ഹലോ ഫ്രണ്ട്സ്, ബിഡോണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ ഡിസ്ട്രിക്ട് വണ്ണിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് തരാൻ വേണ്ടി നമ്മളിപ്പോൾ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ഗോൾഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഡിസ്ട്രിക്ട് വണ്ണിൻ്റെ ബ്ലാസ്റ്റ് ഗോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡ് എല്ലാവരും ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ മെയിൻലി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ നിങ്ങൾ ബ്ലാസ്റ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ബ്ലാസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ കുറേ എയർ ഡ്രോപ്സ് വരുന്നത്. അതിലൊരു എയർ ഡ്രോപ്പാണ് നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്ട് വന്ന്. അപ്പോൾ നിങ്ങൾ ബ്ലാസ്റ്റിൽ കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാസ്റ്റിന്റെ സൈറ്റിലും നമുക്ക് ഗോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രിക്ട് വണ്ണിൽ ഗോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ രണ്ട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും അധികം വൈകിപ്പിക്കാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഫസ്റ്റ് നമ്മൾ നേരെ ഡിസ്ട്രിക്ട് വണ്ണിൻ്റെ എയർ ഡ്രോപ്പിൽ കയറിയിട്ടുണ്ട്. ആ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ നേരെ ഈ ഒരു ഡിസ്ട്രിക്ട് വണ്ണിൽ തന്നെ കയറുക. നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്പേസ് വരും. ഇപ്പോൾ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ നേരെ വരേണ്ടത് ഒന്ന് ലൈവിൽ വരാം. ലൈവിൽ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കാം റാലി ഉണ്ട്. മുന്നേ പറയാൻ നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 3 പ്രാവശ്യമായിരുന്നു റാലി വരുന്നുണ്ടായിരുന്നത്. രാവിലെ 5 മണിക്ക്, പിന്നെ വൈകുന്നേരം 5 മണിക്കാന്ന് തോന്നുന്നു, പിന്നെ രാത്രി 9 മണിക്ക്. അങ്ങനെ 3 ടൈംസ് നമുക്ക് റാലി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 12 പ്രാവശ്യം വൺ ഡേ വരുന്നുണ്ട്. അതായത് എവരി 2 hours നമുക്ക് റാലി വരുന്നുണ്ട്. ഈ ഒരു റാലിയുടെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റാലിയിൽ നല്ല രീതിക്ക് ജംപ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു റാലി എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ലൊരു ജംപ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇപ്പൊ നമുക്ക് ലൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു റിവാർഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമ്മൾ ലൈക്ക് ചെയ്ത് നോക്കി, ആ റിവാർഡ്സ് ഒന്നും ഇപ്പൊ വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജംപ്സ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും ലൈക്ക് ചെയ്താൽ നമുക്ക് ജംപ്സ് കിട്ടും. അങ്ങനെ ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർ 100 ജംപ്സ് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, സ്റ്റേക്ക് ടു ചാറ്റ്. അപ്പൊ നമുക്ക് സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്ട്രിക്ട് വണ്ണിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 ജംപ്സിനാണ് വരുന്നത്. പിന്നെ നമുക്ക് ചില ചാറ്റിലാണെന്നുണ്ടെങ്കിൽ 1000 ടോക്കൺസ്, പിന്നെ അവരുടെ ജ്യൂസ് ടോക്കൺ എന്നുള്ള ഒരു ടോക്കൺ ഉണ്ട്. ഈ ഒരു ടോക്കൺ ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഇതിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ടോക്കൺ പ്ലസ് 1000 പാക്ക്. ഈ ഒരു പാക്ക് ടോക്കണുകൾ നമ്മൾ സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് വണ്ണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാറ്റിന്റെ ഒരു ഇതുണ്ട്, സൂഷി ബാർ. അപ്പം ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോട്ട് സ്റ്റേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് ഒരു ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ചാറ്റും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളെ ചാറ്റിലാണെങ്കിൽ ലൈക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്സ് അവിടെ കിട്ടും. അപ്പോൾ ഇത് എത്ര ദിവസത്തിലാണ് സ്റ്റേക്ക് ആയി കിടക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്റ്റേക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് ഇവിടെ ഗോൾഡ് ആൻഡ് ഓയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം 3 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഫോർ എപ്പോച്ച് 1, അതായത് നമ്മൾ ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു എപ്പോച്ച് 1ന്റെ എയർ ഡ്രോപ്പ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ 1000 ഏർലി യൂസേഴ്സ്. അപ്പോൾ ബ്ലാസ്റ്റ് ഗോൾഡിന് ഫസ്റ്റ് വന്ന 1000 യൂസേഴ്സിനാണ്. അത് നമ്മൾ എന്തായാലും എലിജിബിൾ ആവില്ല. പിന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആകുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1000 ഏർലി ഓയിലി ഹോൾഡേഴ്സ്. അപ്പോൾ നിങ്ങൾ മുന്നേ ഓയിലി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും എലിജിബിൾ ആവും, അതേപോലെ തന്നെ ഇതും എലിജിബിൾ ആവും. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഗോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്ലെയിം ചെയ്തിരിക്കുന്നത് എപ്പോച്ച് 1ന്റെ ഗോൾഡ് ആണ്. അപ്പോൾ എനിക്ക് 1.2 കിട്ടി. പിന്നെ നമ്മൾ ട്വിറ്ററിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 0.4 കൂടെ കിട്ടി. അത് നമുക്ക് 1.6 ഓയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ബ്ലാസ്റ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ പോവുക. സൈറ്റിൽ പോയിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു റഫർ ലിങ്ക് വേണ്ടി വരും. ആ റഫർ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ റഫർ ലിങ്ക് ഉണ്ടെങ്കിൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ഈ ഒരു പോയിന്റ്സ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലാസ്റ്റ് ഗോൾഡ് കിട്ടും. നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ബ്ലാസ്റ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ, അതായത് ഈ ഒരു സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ബ്ലാസ്റ്റ് ഗോൾഡ് ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് വണ്ണിന്റെ ഈ ഒരു ബ്ലാസ്റ്റ് ഗോൾഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരെ ബ്ലാസ്റ്റിൽ പോയിട്ട് ലീഡർ ബോർഡിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലീഡർ ബോർഡ് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് 79 പോയിന്റ്സ് ഉണ്ട്, 2.02 ഗോൾഡ് ഉണ്ട്. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ബ്രിഡ്ജ് ചെയ്താൽ മതി. ബ്രിഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് കൂട്ടാൻ വേണ്ടി പറ്റും. ഈ ഒരു 79 പോയിന്റ്സ് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓയിലി ടോക്കൺ അതിൻ്റെ കൊണ്ടൊക്കെ കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്തീരിയം ടു ബ്ലാസ്റ്റ് ചെയ്തു, ഓയിലി ടു ബ്ലാസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് സെക്ഷനിൽ തന്നെ വന്നു. ഇവിടെ നമുക്ക് നോക്കാം ഈ ഒരു ബ്ലാസ്റ്റിന് അണ്ടറിൽ വരുന്ന എല്ലാ എയർ ഡ്രോപ്പും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ഡിസ്ട്രിക്ട് വണ്ണിന്റെ ഇവിടുത്തെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ 1.5 ഗോൾഡ്, 1.6 ഉണ്ട്, പക്ഷെ 1.5 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗോൾഡ് ടോട്ടൽ 340.3K ഗോൾഡ് ആണുള്ളത്. അതിൽ 258 ഇപ്പം തന്നെ ക്ലെയിം ചെയ്തു. നിങ്ങൾ 76% ഇപ്പം തന്നെ ക്ലെയിം ആയി. മാക്സിമം ഇത് 100% ആവുന്ന വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ വന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല.
നിങ്ങൾ മാക്സിമം പെട്ടെന്ന് കയറി ഫസ്റ്റ് ഈ ഒരു ബ്ലാസ്റ്റിന്റെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് മെറ്റാമാസ്കാണ് നിങ്ങൾ എയർ ഡ്രോപ്പിന് യൂസ് ചെയ്ത ആ ഒരു മെറ്റാമാസ്കിനെ നിങ്ങൾ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ നേരെ ഡിസ്ട്രിക്ട് 1 പോയിട്ട് ആ ഒരു ഗോൾഡ് ക്ലെയിം ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ബ്ലാസ്റ്റിലും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് 1 ഗോൾഡ് കിട്ടും. പിന്നെ നിങ്ങൾ ബ്ലാസ്റ്റിൽ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കോഡിൽ കണക്ട് ചെയ്യാൻ പറയും, പിന്നെ ട്വിറ്ററിൽ കണക്ട് ചെയ്യാൻ പറയും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാലറ്റും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാസ്റ്റിന്റെ അക്കൗണ്ടിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴേ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ററാക്ഷൻ മാക്സിമം കൂട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും റിവാർഡ്സ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ലൈവിൽ പോയിട്ട് ഈ ഒരു റാലി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. റാലി എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം ജംപ്സ് കൂട്ടാൻ വേണ്ടി നോക്കുക. ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ എപ്പോച്ച് 1 കംപ്ലീറ്റ് ആയി, എപ്പോച്ച് 2 ആണ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോച്ച് 1 നമ്മൾ 1681 മറ്റേ ജംപ്സ് മാത്രമേ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 1.6 ഗോൾഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു എപ്പോച്ച് 2 എത്ര ജംപ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നു അത്രയും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ജംപ്സ് ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നേരെ സ്പേസിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റേക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റേക്കിംഗ് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ മോസ്റ്റ്ലി ഈ ഒരു സ്റ്റേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാറ്റിൻ്റെ ഇതിലാണ് ഒന്ന് സ്റ്റേക്ക് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു മെസ്സേജ് നമുക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഗോൾഡ് ആൻഡ് ഓയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 168 ആയിട്ടുണ്ട്. 1000 നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേക്ക് ചെയ്തത് നമുക്ക് എപ്പോഴെങ്കിലും അൺസ്റ്റേക്ക് ചെയ്യാൻ തോന്നുന്നു. ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്ത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം, നമുക്ക് ചലഞ്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.